തന്റെ മഹത്വത്താൽ ആകാശം ഭൂമിയിൽ നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ ഹോശാന. ദൈവമായ കർത്താവിന്റെ തിരുനാമത്തിൽ വന്നവനും വരുവാനിരിക്കുന്നവനുമായി വാഴ്ത്തപ്പെട്ടവനാകുന്നു. ഉയരങ്ങളിൽ സ്തുതി. ഞങ്ങളുടെ സന്തോഷങ്ങൾക്ക് ആർക്കും ഞങ്ങളുടെ ആനന്ദത്തിന് പൂർത്തീകരണം ഉണ്ടാകുവാൻ തക്കവണ്ണം അക്ഷയമായ സൗഭാഗ്യങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങളുടെ ദീർഘകാലം ബുദ്ധിപ്രധാനമാകണമേ. കാരുണ്യപൂർവ്വം ഞങ്ങളുടെ ദുഃഖങ്ങൾ വായിച്ച് ദയാപൂർവ്വം ഞങ്ങളുടെ സുഹൃതങ്ങൾ വർദ്ധിപ്പിക്കണമേ. നിന്റെ അനുഗ്രഹങ്ങൾ ഞങ്ങളിൽ നിറഞ്ഞുകൊള്ളുകയും ഞങ്ങളുടെ നിരൂപണങ്ങൾ ഐശ്വര്യപ്പെടുകയും ചെയ്യട്ടെ. ഈ മണവാളൻ ശ്രേഷ്ഠയുമായി തീരണമേ. നിന്നോട് മാത്രമേ പ്രസാദിപ്പിച്ചിട്ടുള്ള സർവവിശുദ്ധന്മാരോടുകൂടെ അക്ഷയഭാഗ്യങ്ങളിൽ ഞങ്ങളെ ആനന്ദിപ്പിക്കണമേ. പിതാവിനോടുള്ള ശുദ്ധാത്മാവായ ദൈവമേ, നിന്റെ വിശുദ്ധന്മാരുടെ സന്നിധികളിലും നിന്റെ വാത്സല്യ ഭാഗങ്ങളുടെ ഗണങ്ങളിലും ചേർന്ന് നിന്നുകൊണ്ട് ഞങ്ങളുടെ ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും അർപ്പിക്കുവാനാണ്. ഈ നിൽക്കുന്ന സീലിയായ ക്രിസ്തീയ പ്രമാണവും തിരുസഭയുടെ നിബന്ധനകളും അനുസരിച്ച് വിവാഹം ചെയ്യുവാൻ സമ്മതമാണ്. കർത്താവിൽ നമ്മുടെ മകളായ സീലിയ ഈ നിൽക്കുന്ന ഇപ്പിന് ക്രിസ്തീയ പ്രമാണവും തിരുസഭയുടെ നിബന്ധനകളും അനുസരിച്ച് വിവാഹം ചെയ്യുവാൻ സമ്മതമാണ്. സാക്ഷികളാണ്. Oh
പരസ്പരം സ്വീകരിക്കുവാൻ തക്കവണ്ണം ഇവർക്ക് ഹൃദയ ഐക്യം നൽകണമേ. ആമേൻ. തന്റെ സഭയുടെ
ഈ മോചനങ്ങളെയും അവിടുന്ന് വാഴ്ത്തുമാറാകണമേ. ഞങ്ങളുടെ പുത്രനായ മണവാളൻ പുത്രിയായ ഈ മണവാട്ടിയും ജ്ഞാനത്തിൽ പരിപൂർണ്ണനായി തീരണമേ. ഇവിടെ സകലവിധ മാലിന്യങ്ങളിൽ നിന്നും ഒഴിഞ്ഞിരിക്കാൻ അവിടുന്ന് കൃപ ചെയ്യണമേ. ഇഹത്തിലും ഫലത്തിലും വ്യാപകമായി സന്തോഷിക്കുവാൻ താൽക്കാലികമുള്ളവരെ ഇവരുടെ ആവിഷ്കാരം മുഴുവൻ ജീവിതത്തിൽ ഇഷ്ടമായ അനുഭവിക്കുന്ന സ്വർഗീയത്തിലേക്ക് ഈ മക്കളെ അറിയിക്കുകയും ചെയ്യണമേ. തിരുവനന്തപുരത്തിനയക്കുന്ന ഈ ജനസമൂഹത്തെയും പാപങ്ങളിൽ നിന്നും അനീതികളിൽ നിന്നും മാലിന്യങ്ങളിൽ നിന്നും പിഴകളിൽ നിന്നും സ്നേഹപൂർവ്വം സ്വതന്ത്രരാക്കണമേ. ഇവരൊന്നും നിന്റെ അനുഗ്രഹം പ്രാപിച്ച് നിന്നെ പ്രകീർത്തിക്കുകയും തിരുവനന്തപുരത്തിൽ നിന്ന് നിന്നെ പിതാവിനെയും പരിശുദ്ധാത്മാവിനെയും ഇടപെടാതെ സ്തുതിക്കുകയും ചെയ്യുവാനാകണമേ. നിന്റെ നിന്റെ ദാസ പരസ്പരം വിവാഹം നിശ്ചയം ചെയ്ത് അവരുടെ നാമത്തിൽ മധ്യസ്ഥനായി സ്വീകരിച്ചിരിക്കുന്നു. ഇവരുടെ നടപടികളുടെ ഹൃദയപരിമളം വീശുവാൻ ഇവർ തമ്മിൽ യഥാർത്ഥ സ്നേഹവും ശാന്തിയും സമാധാനവും ഐക്യവും ഉണ്ടാകുവാനിടെ ആത്മാവേ ആത്മാവിന്റെ ശരീരത്തോടെ അന്യോന്യം സഹായിക്കുവാനുള്ള ശക്തനാകണമേ. ഇവരുടെ നന്മകൾക്കായും പരിശുദ്ധായിക്കും സമയത്തേക്കും സ്തുതിയും സ്തോത്രവും അർപ്പിക്കും. ഈ മോദനങ്ങൾ ആശീർവദിക്കുന്നതിനായി പരിശുദ്ധാത്മാവിനും സ്തുതി. വിശുദ്ധ സഭയുടെ മക്കളുടെ സന്തോഷപൂർത്തിക്കായി പിതാവിനെയും പുത്രനെയും ജീവനും പരിശുദ്ധാത്മാവിനെയും നാമത്തിൽ ഈ മോദനങ്ങൾ ആശീർവദിക്കപ്പെട്ട് ശുദ്ധീകരിക്കപ്പെടുന്നു.
കരുണാപൂർവ്വം ഇതിലേക്ക് നീക്കട്ടെ. നിന്റെ വിശുദ്ധാത്മയുടെ മോതിരത്തോടൊപ്പം കാരുണ്യവാനായ അവന്റെ കൃപയും അനുഗ്രഹവും പ്രാപിക്കട്ടെ. നല്ലതും വാഴ്വതും നൽകുന്നതുമായ അവരോടായിരിക്കുകയും ആയുഷ്കാലം നിന്നെ സംരക്ഷിക്കുകയും ചെയ്യട്ടെ. നമ്മുടെ കർത്താവായ യേശുമിശിഹ തന്റെ അനുഗ്രഹപൂർണ്ണമായ വലതുകൈ അദൃശ്യമാണെങ്കിലും വേദത്തെ വിശുദ്ധ സ്ത്രീകന്മാരിൽ നിന്ന് എന്ന പ്രകാരം വിശുദ്ധാചാര്യന്മാരിൽ നിന്ന് നിന്റെ വിവാഹ ഉടമ്പടിയുടെ മോതിരം നീ സ്വീകരിക്കുക. ആത്മശരീരങ്ങളുടെ ആരോഗ്യത്തോടും ഹൃദയ സന്തോഷത്തോടും കൂടെ നമ്മുടെ കർത്താവിനും അവന്റെ പിതാവിന്റെ ശുദ്ധാത്മാവിനും ഇന്നേ നീ സ്തുതി അർപ്പിക്കണം. വിശുദ്ധ സഭയുടെ സന്തോഷത്തെ തന്റെ അഭിഷിക്തം വഴി പൂർത്തീകരിച്ച ദൈവം അന്യോന്യം വിവാഹം നിശ്ചയം ചെയ്തിരിക്കുന്ന മക്കളെ സത്യത്തിലും നേരിയിലും കൂടാതാക്കട്ടെ. തങ്ങൾ സ്വീകരിച്ച മോതിരങ്ങളോടുകൂടെ സ്വർഗീയ അനുഗ്രഹങ്ങൾ ഇവർ പ്രാപിക്കട്ടെ. കർത്താവ് സകല അവിടെ സ്നേഹവും ഇവരിൽ നിന്ന് നീക്കിക്കളയുകയും അന്യോന്യം സ്നേഹിക്കുവാൻ തക്കവണ്ണം സ്നേഹാഗ്നിയാൽ ഇവരുടെ ഹൃദയങ്ങളെ ഉത്തേജിപ്പിക്കുകയും ചെയ്യട്ടെ. ലില്ലിപുഷ്പങ്ങളെക്കാൾ സൗരഭ്യമേറിയ പരിപാലനയിൽ തങ്ങളുടെ മനസ്സാക്ഷിയെ നയിക്കുവാൻ ഇവർക്ക് ഇടയാകട്ടെ. പാവനമായ വിവാഹത്തിന്റെ നിർമ്മല പാതയെ നശിപ്പിക്കുന്ന ദുഷ്ടാത്മാക്കളിൽ നിന്ന് ദൈവം ഇവരെ സംരക്ഷിക്കട്ടെ. കർത്താവ് പരിപാലനയാൽ ഇവരെ അലങ്കരിക്കുകയും വിനയത്താൽ ശ്രേഷ്ഠരാക്കുകയും ചെയ്യട്ടെ. ഇസഹാക്കിന്റെയോ റെബേക്കായുടെയും വിവാഹ നിശ്ചയം സ്വർണ്ണാഭരണങ്ങളാൽ പൂർത്തിയാക്കിയതുപോലെ ഇവരുടെ ഉടമ്പടിയെയും നീതിയാകുന്ന മോതിരങ്ങൾ പൂർണ്ണമാക്കട്ടെ. മണവാളിനെ തന്നെ വീണ്ടെടുപ്പ് വഴി ആനന്ദിപ്പിക്കുകയും മണവാട്ടിയെ അക്ഷയമായ മനോഹര ഭൂഷണങ്ങൾ കൊണ്ട് അലങ്കരിക്കുകയും ചെയ്യട്ടെ. സ്വർണ്ണാഭരണങ്ങൾ കൊണ്ട് എന്നതിലധികമായി വിശുദ്ധിയുടെ മുദ്ര കൊണ്ട് ഇവർ അലങ്കരിക്കപ്പെടട്ടെ. ഇവരുടെ അന്യോന്യ ബന്ധവും സഹവാസത്തിന്റെ പേരിലും യോഗ്യമായ സ്വഭാവ സംസ്കരണത്തിനും ഉദരുവാൻ ദൈവമായ കർത്താവ് ഇടയാകട്ടെ. മനുഷ്യവർഗത്തെ ദ്വേഷിക്കുന്ന അസൂയാലുകളായ ദുഷ്ടമനുഷ്യരുടെ കൈകളിൽ നിന്ന് ദൈവം ഇവരെ സംരക്ഷിക്കട്ടെ. കർത്താവ് സന്നിധിയിൽ നല്ല കാലങ്ങളും അനുഗ്രഹ സമ്പൂർണമായ സംവത്സരങ്ങളും ഇവർക്ക് നൽകുമാറാകട്ടെ. ദൈവമായ കർത്താവേ, ഇവർക്ക് അനുഗ്രഹീത സന്താനങ്ങളെയും സന്തോഷകാലങ്ങളെയും നൽകണമേ. സുഹൃത്തുക്കളാകുന്ന സമ്പത്ത് വർദ്ധിപ്പിച്ചു കൊടുക്കണമേ. നിന്നിലുള്ള വിശ്വാസത്തെ സ്ഥിരപ്പെടുത്തണമേ. നിങ്ങളുടെ പ്രയത്നത്തിന് 30, 60, 100 മടങ്ങ്
രാവും പകലും നിങ്ങളോട് കൂടെ സ്ഥിതി ചെയ്ത് ദുഷ്ടനിൽ നിന്നും അവന്റെ സൈന്യത്തിൽ നിന്നും നിങ്ങളെ സംരക്ഷിക്കുകയും ചെയ്യട്ടെ. മോതിരം വാഴ്ത്തൽ ശുശ്രൂഷ അവസാനിച്ചു. കിരീടം വാഴ്ത്തൽ ശുശ്രൂഷയാണ്. കർത്താവ് വിപിനെയും ശിവിയായി തിരുസഭയിൽ കുടുംബമാകുന്ന ആ ഭവനത്തിൻ്റെ അധിപന്മാരാക്കി ദൈവം നിശ്ചയിക്കുന്ന ആ ചുമതലകളെ ഏൽപ്പിക്കുന്ന സമയമാണ്. രാജാവും രാജ്ഞിയുമായി കർത്താവ് ഈ ഭവനത്തിൻ്റെ പൂർണ്ണ അധികാരത്തിലേക്ക് അവരെ നയിക്കുകയാണ്. കിരീടവാഴ്ത്തൽ ശുശ്രൂഷയിലൂടെ രാജകുമാരൻ രാജകുമാരിയുമായി കർത്താവ് ഇവരെ അനുഗ്രഹിക്കുകയാണ്. ഈ സന്ദർഭത്തിൽ പ്രത്യേകമായിട്ട് നമ്മൾ ഓർക്കുക, നമ്മുടെ പൂർവ്വപിതാക്കന്മാരെ നമ്മൾ അനുസ്മരിക്കുകയാണ്. ദൈവത്തിന് പ്രിയങ്കരമായ ജീവിതം നയിച്ച വിശുദ്ധ കുടുംബങ്ങളെ ആണ് അതിലൂടെ നമ്മൾ ഓർമ്മിക്കുകയാണ്. മോശ വഴി അബ്രാഹത്തെയും ഇസ്ഹാക്കിനെയും യാക്കോബിനെയും യോസേഫിനെയും എല്ലാം അനുസ്മരിച്ചുകൊണ്ട് ദൈവം എന്താഗ്രഹിച്ചോ ആ വിധത്തിലുള്ള ഒരു നല്ല കുടുംബമായി ജീവിച്ച ദൈവരാജ്യത്തിൻ്റെ സുവിശേഷത്തിൻ്റെ ഏടുകളിൽ മായ്ക്കപ്പെടാതെ ആലേഖനം ചെയ്യപ്പെട്ട വിശുദ്ധ ജീവിതങ്ങളെയാണ് നമ്മൾ ഓർമ്മിക്കുന്നത്. അതൊരു സൂചനയാണ് നമ്മുടെ ജീവിതത്തിൽ പ്രത്യേകിച്ച് വിപിനും ശിവിയായി കർത്താവിനെ പ്രിയപ്പെട്ട കുടുംബനുമായി ജീവിക്കുന്നതിന് ദൈവത്തോട് ചേർന്ന് നിൽക്കുവാൻ അവർ വിളിക്കപ്പെടുകയാണ്. ആ വിളിക്ക് അനുയോജ്യമായ ജീവൻ നയിക്കുവാൻ കർത്താവ് ഇവരെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് നമുക്ക് ഏവർക്കും ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവേ, അനന്തമായ വിടുവിനും അനശ്വരായ മണമുള്ള ചിഹ്നങ്ങളെയും വിരാജനമേ, ആ വിരുദ്ധനെ ക്ഷണിക്കപ്പെട്ട അതിഥികളോടൊപ്പം നിന്റെ ശാശ്വത സന്തോഷത്തിലേക്ക് ഞങ്ങളെ ക്ഷണിക്കണമേ. അവരോടുകൂടെ അവരുടെ ഞങ്ങളുടെ കണ്ട പിതാവും ക്രിസ്തുവായും ഇപ്പോഴും എല്ലാ സമയത്തും സ്തുതിയും
ദാനന്മാർ സന്തോഷിപ്പിക്കുകയും ചെയ്യണമേ. അങ്ങയുടെ ജീവിതത്തിൽ ആനന്ദമൊക്കെ ജീവിതം നിറയ്ക്കണമേ. പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവുമായിട്ടുള്ളവരെ ഇവർ സന്തോഷത്തോടും ആനന്ദത്തോടും കൂടി അങ്ങയെ ചുറ്റുപാടുകയും തിരുസഭയിൽ ഇവർ ആരാധിക്കുകയും ചെയ്യുമാറാകണമേ. സ്വർഗ
സ്വരാജ്യത്തിലെത്തിക്കുന്ന നേർവഴിയിൽ പ്രയാണം ചെയ്യുവാൻ നീ ഇവർക്ക് സംഗതികളെ ഇവർ താല്പര്യം പാപമാകുന്ന മരണത്തിൽ നിന്ന് അകന്നിരിക്കുന്നതായ സംഗതിയാക്കണമേ. ഇവർ വിശേഷിപ്പിക്കപ്പെട്ട സാധാരണത്തിൽ നിന്ന് ഓടിയാകുന്ന നിന്റെ പരിശുദ്ധികളെ സമീപിക്കുവാൻ തക്കവണ്ണം ഇവിടെ ഹൃദയങ്ങളെ ഐക്യപ്പെടുത്തുവാനാകണമേ. ഇവർ ആധ്യാത്മിക താല്പര്യം ദൈവീയ വ്യാപാരപ്പെട്ട് ലാഭമുണ്ടാകുന്നവരുമായി തീരണമേ. ഞങ്ങളെ നിന്റെ ആത്മീയത്തോട്ടത്തിൽ നീതി പ്രവർത്തിക്കുന്ന വേദക്കാരും നിന്നുള്ള കൽപ്പനകൾ ആരംഭിക്കുന്നതുമായി തീർക്കണമേ. ഞങ്ങളെ നിന്റെ വിശുദ്ധന്മാർക്ക് സദസ്സിലും പരസ്പരം സ്നേഹിക്കുന്നവരും ദുഷ്ടനെ വെറുക്കുന്നവരും നിന്റെ ദൈവത്തെ അനുസരിക്കുന്നവരും ശത്രുക്കളെ നീക്കുന്നവരുമായി തീർക്കണമേ. ഞങ്ങൾ നിന്റെ ആരാധിക്കുന്നവരും നിന്റെ കർത്തൃത്വത്തെ പ്രതികരിക്കുന്നവരുമായി തീരണമേ. എന്നാൽ നീ ഒത്തുവരും മനുഷ്യരുടെ പ്രീതിയുള്ളവരും ആകുന്നുവല്ലോ. ഞങ്ങൾ എല്ലാവരും പരിശുദ്ധാത്മാവിനും ഇപ്പോഴും എല്ലാ സമയത്തും ഹൃദയം സ്തോത്രവും അർപ്പിക്കുന്നു. Yeah.
പിതാവായ ദൈവത്തെ തീർപ്പിക്കുകയും മിശിഹായുള്ള ബഹുമാനത്തെ നിങ്ങൾ പരസ്പര വിധേയനായിരിക്കും. ഭാര്യമാരെ വിധേയനായിരിക്കും. എന്തെന്നാൽ മിശിഹായുടെ ശരീരമായ സഭയുടെ ശിരസ്സായിരിക്കുന്നത് പോലെ ഭർത്താവ് ഭാര്യയുടെ ശിരസ്സാണ്. മിശിഹ തന്നെയാണ് ശരീരത്തിന്റെ രക്ഷകനും. സഭ മിശിഹായ്ക്ക് വിധേയനായിരിക്കുന്നത് പോലെ ഭാര്യമാരായ ഭർത്താക്കന്മാർക്ക് വിധേയനായിരിക്കണം. ഭർത്താക്കന്മാരെ മിശിഹ സഭയെ സ്നേഹിക്കുകയും അവരെ സ്വീകരിക്കുവാൻ വേണ്ടി തന്നെ തന്നെ സമർപ്പിക്കുകയും ചെയ്തതുപോലെ നിങ്ങൾ ഭാര്യമാരെ സ്നേഹിക്കണം. അവരും സഭയെ സ്വീകരിക്കുന്നത് ജനങ്ങളുടെ കഴുകി വചനത്താക്കി ഇത് അവളെ കരകയറ്റുകയോ മറ്റു കുറവുകളില്ലാത്ത അവസ്ഥയായി തനിക്ക് തന്നെ പ്രതിഷ്ഠിക്കുന്നതിനും അവൾ കളങ്കരഹിതയും പരിശുദ്ധിയുമായതിനു വേണ്ടിയാണ്. അതുപോലെ ഭർത്താക്കന്മാർ ഭാര്യമാരെ സ്വന്തം ശരീരത്തെ പോലെ സ്നേഹിക്കണം. ഭാര്യയെ സ്നേഹിക്കുന്നത് തന്നെ തന്നെയാണ് സ്നേഹിക്കുന്നത്. ആരോഗ്യം സ്വന്തം ശരീരത്തെ എടുക്കുന്നില്ലല്ലോ. വിശ്വാസഭയെ എന്നപോലെ അവർ തന്നെ പരിപോഷിപ്പിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്നു. എന്തെന്നാൽ നാം ശരീരത്തിന്റെ അവയവങ്ങളാണ്. പരിശുദ്ധാവിനെയും മാതാവിനെയും ഭാര്യയോട് ചെയ്യും. അവരുടെ ഉണ്ടാവുകയും ചെയ്യും. ഇത് ഒരു വലിയ രഹസ്യമാണ്. ഞാൻ ശിഹായെ അവരുടെ സഭയെ കുറിച്ചാണ് പറയുന്നത്. ചുരുക്കത്തിൽ ഓരോ വ്യക്തി അതേപോലെ ഭാര്യയെ സ്നേഹിക്കണം. ഭാര്യയാകട്ടെ ഭർത്താവിനെ ബഹുമാനിക്കുകയും വേണം. പാലിക്കുമോ? വിശുദ്ധമായ ശ്രീഹാരിയ സുവിശേഷത്തിൽ നിന്ന് ദൈവത്തിന്റെ ജീവനുള്ള വചനവും നമ്മുടെ കർത്താവും ദൈവവും രക്ഷകനുമായ യേശു മിശിഹായുടെ പുനരുദ്ധാനകാലം അരുൾ ചെയ്തു. പരീക്ഷന്മാർ അടുത്തുള്ളവനെ പരീക്ഷിച്ചുകൊണ്ട് ചോദിച്ചു, ഏതെങ്കിലും കാരണത്താൽ ഭാര്യയെ ഉപേക്ഷിക്കുന്നത് നിയമാനുസൃതമാണോ? അവൻ മറുപടി പറഞ്ഞു, സൃഷ്ടാവ് ആദ്യം മുതലേ അവരെ പുരുഷനും സ്ത്രീയുമായി സൃഷ്ടിച്ചുവെന്നും ഇക്കാരണത്താൽ പുരുഷൻ പിതാവിനെയും മാതാവിനെയും വിട്ട് ഭാര്യയോട് ചേർന്നിരിക്കും, അവരിവരെ ശരീരമായി തീരും എന്ന് അവിടുന്ന് അവർ ചെയ്തിട്ടുണ്ടെന്നും നിങ്ങൾ വായിച്ചിട്ടില്ലേ? ആകയാൽ അവർ രണ്ടല്ല ഒരു ശരീരമാകുന്നു. ദൈവം സംയോജിപ്പിച്ചത് മനുഷ്യൻ വേർപിരിച്ചത് എന്താണെന്ന് അരുൾ ചെയ്തു. നിങ്ങൾക്കെല്ലാവർക്കും ശാന്തി ഭവിക്കട്ടെ. സിറിയ പ്രിയപ്പെട്ട മാതാപിതാക്കളെ, പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, ഇന്ന് ഇവരുടെയും സിറിയയുടെയും ജീവിതത്തിലെ ഒരിക്കലും മറക്കാത്ത ഒരു ദിവസമായിട്ട് ദൈവം അവർക്ക് നൽകുകയാണ്. ഒരുപക്ഷെ ഏതാനും നാളുകൾക്ക് മുമ്പ് വരെ പരസ്പരം അറിയുകയോ പരിചയമില്ലാതിരുന്ന രണ്ട് വ്യക്തികളെ ദൈവത്തിൻ്റെ വലിയ നിശ്ചയപ്രകാരം യെരമ്യാ പ്രവാചകനിലൂടെ പറഞ്ഞു വയ്ക്കുന്നത് പോലെ അനാദിയിലെ ദൈവം കണ്ട് ഇഷ്ടപ്പെട്ട് തിരഞ്ഞെടുത്ത വലിയ സന്തോഷത്തിൻ്റെ ഒരു ഇണയായി പരസ്പര തുണയായി രണ്ടുപേരെയും ദൈവം യോജിപ്പിക്കുന്ന സന്ദർഭമാണ്. നമുക്ക് എല്ലാവർക്കും പ്രത്യേകമായിട്ട് എവിധം ശരിയായിരിക്കും
വിവാഹ ജീവിതത്തിലെ കൂദാശ സ്വീകരിക്കുമ്പോൾ അവർക്ക് ദൈവം നൽകാൻ ആഗ്രഹിക്കുന്ന എല്ലാ നന്മകളും ഒന്നും കുറവില്ലാതെ അവരുടെ ജീവിതത്തിൽ വർഷിച്ച് വളരെ സന്തോഷമുള്ളൊരു ജീവിതം നയിക്കുവാൻ കർത്താവേ മിശിഹ ഈ പ്രിയപ്പെട്ട മക്കളെ സഹായിക്കട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. എല്ലാവിധ നന്മകളും ആശംസകളും നമുക്ക് പരസ്പരം കൈമാറാൻ ദൈവം അവരെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഒരു ക്രിസ്തീയ കുടുംബം എന്നത് ഒരു ലോകത്തിൽ കാണുന്ന മറ്റു കുടുംബങ്ങളെ പോലെ അല്ല എന്ന് ആദ്യമേ തന്നെ എബിനും സീലിയായും മനസ്സിലാക്കണം. നമ്മൾ ഒരുപാട് കുടുംബങ്ങളെ കാണുന്നുണ്ട്. എന്താണ് ഒരു കത്തോലിക്ക കുടുംബത്തിൻ്റെ വ്യത്യാസം, പ്രത്യേകത, ദൈവം എന്താണ് ആ കുടുംബത്തിലൂടെ ആഗ്രഹിക്കുക, ഇവയെക്കുറിച്ച് ഒരു മിനിമം ബോധം നിങ്ങൾക്കുണ്ടാകണമെന്നാണ് എൻ്റെ ഒരു ബോധ്യം. ദൈവത്തിൻ്റെ ഇഷ്ടം പരിപൂർണമായി നിർവഹിക്കപ്പെടുന്ന നിറവേറ്റുന്ന ഒരു കുടുംബമായിട്ട് ജീവിക്കുവാൻ നിങ്ങൾക്ക് വലിയ ഉത്തരവാദിത്വമുണ്ട്. ദൈവത്തിൻ്റെ കൽപ്പനകൾക്കോ ദൈവത്തിൻ്റെ തിരികിതത്തിനോ അല്പം പോലും മാറ്റമില്ലെന്ന് നിങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കണം. ലോകമാണ് വ്യത്യാസങ്ങളൊക്കെ പ്രഖ്യാപിക്കുന്നത്. ദൈവത്തിൻ്റെ വചനമനുസരിച്ച് ജീവിക്കുന്ന ഒരു കുടുംബത്തിന് ദൈവത്തിൻ്റെ ഇഷ്ടം അന്വേഷിക്കുക മാത്രമാണ് പ്രധാനപ്പെട്ടത്. അതുകൊണ്ട് ഈ കാലഘട്ടത്തിൻ്റെ വ്യതിയാനങ്ങൾ നമ്മുടെ കുടുംബങ്ങളെ പരിധിയിലേറെ ബാധിക്കുമ്പോഴാണ്, സ്വാധീനം ചെലുത്തുമ്പോഴാണ് നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് പ്രധാനമായിട്ടും ദൈവമാണ് നിങ്ങളെ കണ്ടെത്തി കൂട്ടിച്ചേർക്കുന്നത്. അതുകൊണ്ട് ഈ ലോകത്തിൽ ഏതെങ്കിലും ഒരു വ്യക്തിയുടെ മനുഷ്യൻ്റെ വ്യക്തിപരമായ സ്വാർത്ഥതയോ പ്രത്യേക താല്പര്യങ്ങളോ ഒന്നും നിങ്ങളുടെ ജീവിതത്തിൽ ഇടപെടാനോ സ്വാധീനം ചെലുത്തുവാനോ അനുവദിച്ചുകൂടാ എന്നാണ് പറഞ്ഞതിൽ ചുരുക്കം. അതുകൊണ്ട് ദൈവം നിങ്ങളെ യോജിപ്പിക്കുന്നത് കൊണ്ട് നമ്മൾ ഇവിടുന്ന് മനസ്സിലാക്കിയാൽ നമ്മുടെ ഏറ്റവും അടുത്ത വ്യക്തികളോ പ്രിയപ്പെട്ടവരോ സുഹൃത്തുക്കളോ വഴിയായിരിക്കാം ഒരു ബന്ധത്തിലേക്ക് നമ്മൾ കടന്നു വരുന്നത്. പക്ഷെ ദൈവമാണ് അനേക വ്യക്തികളെ നമ്മൾ കാണുന്നതിൽ നിന്ന് നമുക്ക് ഏറ്റവും യോഗ്യമായതിനെ യോജിച്ചതിനെ തെരഞ്ഞെടുപ്പ് നൽകുന്നത്. ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായത്തിൽ ആദ്യ കുടുംബമായ ആദത്തിന്റെ കുടുംബത്തെ കുറിച്ച്, ആ ആദത്തിന് വേണ്ടി ദൈവം തെരഞ്ഞെടുത്ത് കൊണ്ടുവന്ന ഒരു മകളെ കുറിച്ച്, ഹവ്വ എന്ന മകളെ കുറിച്ച് ദൈവം പറഞ്ഞു വെച്ചത് അവന് ചേർന്ന ഇണയെ ഞാൻ അവന് നൽകും എന്നാണ്. അവന് ചേർന്ന ഇണയെ എന്ന് പറഞ്ഞാൽ ഇന്ന് നമ്മളെടുത്ത് ചിന്തിക്കുമ്പോൾ എവിടെന്ന മകന് അവന്റെ ജീവിതത്തിന്റെ നന്മകളോടൊപ്പം ദൗർബല്യങ്ങളും എല്ലാം ദൈവം കണ്ടിട്ടുണ്ട്. ആ ദൗർബല്യങ്ങളുടെയും നന്മകളുടെയൊക്കെ നടുവിൽ നിന്നിട്ട് അവന് ഏറ്റവും യോജിച്ചു പോകാൻ കഴിയുന്ന അവന്റെ ചിന്താഗതികളിലും ആഗ്രഹങ്ങളിലും താല്പര്യങ്ങളിലും എല്ലാം ചേർന്ന് പോകാൻ കഴിയുന്ന ഈ ഭൂമിയിലെ ഏറ്റവും യോഗ്യമായ ഒരു തെരഞ്ഞെടുപ്പ് ദൈവം നൽകി കൂട്ടിച്ചേർക്കുകയാണ്. അതാണ് ശരിയ, ഒട്ടും സംശയിക്കേണ്ട. അതുകൊണ്ട് ഇതിനെ അംഗീകരിക്കുമ്പോഴാണ് ഈ കുടുംബ ജീവിതം സ്വർഗീയമാകുന്നത്, ദൈവത്തിന്റെ ഏറ്റവും മനോഹരമായ കുടുംബമായി മാറുന്നത്. കർത്താവ് തന്നതിനെ നോക്കിയിട്ട് സന്തോഷത്തോടെ ജീവിക്കാൻ നമ്മൾ ശ്രമിക്കുമ്പോൾ ദൈവം വലിയ അനുഗ്രഹമാണ് ചെയ്യുന്നത്, സമ്മാനമായിട്ട് നൽകുകയാണ്. ഭൂമിയിൽ നമ്മൾ പ്രത്യേകിച്ച് ഓർക്കണം, ആര് നമുക്കൊരു ചെറിയ സമ്മാനം തന്നാലും വലിയ സന്തോഷമാണ്. പലപ്പോഴും നമ്മൾ ഓർക്കുക, സമ്മാനം ചെറുതോ വലുതോ എന്നുള്ളതല്ല, നമുക്ക് തരുന്ന ആളിനെ ഓർക്കുമ്പോൾ ആ സമ്മാനം വിലപ്പെട്ടതാകുന്നു. ഈ ഭൂമിയിൽ മനുഷ്യർ നമുക്കൊരു സമ്മാനം തരുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് സന്തോഷം തോന്നുന്നുണ്ട്, സൂക്ഷിച്ചു വെക്കാൻ ഇഷ്ടം തോന്നുന്നുണ്ട്. കേടുവരുത്താതെ പൊതിഞ്ഞു കെട്ടി നമ്മൾ സൂക്ഷിച്ചു വെക്കും. ചിലരൊക്കെ വർഷങ്ങളോളം സൂക്ഷിച്ചു വെച്ചാൽ ഉപയോഗിക്കുകയാണ്, അതിനെ പോലെ സൂക്ഷിക്കും. അങ്ങനെ മനുഷ്യൻ നൽകുന്ന സമ്മാനങ്ങൾ ഇത്രമാത്രം മഹത്വവും വിലയും നമ്മൾ കൽപ്പിക്കുന്നെങ്കിൽ ദൈവം നമുക്ക് വേണ്ടി തെരഞ്ഞെടുത്തിരുന്ന ഒരു സമ്മാനത്തിന് എത്ര വലിയ വില നമ്മൾ കൽപ്പിക്കണം. വില കൽപ്പിക്കാൻ കഴിയാത്തതിലധികം മഹത്വമുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയുക. എന്റെ കർത്താവ് തന്ന ഈ സമ്മാനം സന്തോഷത്തോടെ സ്വീകരിക്കുന്നതോടൊപ്പം തന്നെ ദൈവത്തിന് നന്ദി പറയാൻ നമ്മൾ മറക്കരുത്. അവിടെ ആദത്തിന് നൽകപ്പെട്ട ഹവ്വായെ കുറിച്ച് കർത്താവ് പറഞ്ഞത് അവന് ചേരുന്ന ഒരു ഇണയാണ്. ദൈവം ഈ തന്ന ഇണയെ നോക്കിയിട്ട് ആദ്യത്തെ കുടുംബനാഥൻ പറഞ്ഞ മനോഹരമായ വചനമുണ്ട്. ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായത്തിന്റെ 23-ാമത്തെ തിരുവചനം നമ്മളെ പ്രത്യേകമായിട്ട് പഠിപ്പിക്കുകയാണ്. ആദമെന്താണ് തന്റെ ഇണയായ സഖിയായ ജീവിതത്തിന്
തണലായി ദൈവം നൽകിയ ഒറ്റപ്പെട്ട് കഴിഞ്ഞ ആദത്തിന്റെ ജീവിതത്തിൽ ആശ്രയത്തിനും സന്തോഷത്തിനും സ്നേഹം പങ്കുവെക്കുന്നതിനും ഒക്കെയായി ദൈവം നൽകിയ ഹവ്വായെ കുറിച്ച് ആദം പറഞ്ഞൊരു മനോഹരമായ വചനമുണ്ടെങ്കിൽ സഹോദരങ്ങളെ 23-ാമത്തെ തിരുവചനം അതിങ്ങനെയാണ് പറഞ്ഞു വെക്കുക. ആദം ഹവ്വായെ നോക്കിയിട്ട് പറഞ്ഞു, ആദ്യമായിട്ട് കാണുകയാണ്. ദൈവം അടുത്ത് നിർത്തിയിട്ട് പറഞ്ഞു, ആദം നോക്കിയിട്ട് പറഞ്ഞു, ഇതാ എൻ്റെ അസ്ഥിയുടെ അസ്ഥിയും എൻ്റെ മാംസത്തിൻ്റെ മാംസവും, എൻ്റെ അസ്ഥിയുടെ അസ്ഥിയും എൻ്റെ മാംസത്തിൻ്റെ മാംസവും. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഒരുപാട് വ്യാഖ്യാനത്തിനൊന്നും കാര്യമില്ല, വളരെ എളുപ്പമാണ് ഞാൻ മനസ്സിലാക്കാൻ. ആദം പറഞ്ഞത്, ഇതാ ദൈവമേ, എൻ്റെ അടുത്ത് നിൽക്കുന്നത് എന്നെ പോലെ ഒരു വ്യത്യാസമില്ല, ഞാൻ തന്നെയാണ്, യാതൊരു വ്യത്യാസവുമില്ല. എൻ്റെ അസ്ഥിയിൽ നിന്ന് മനുഷ്യർ എനിക്ക് എൻ്റെ ശരീരത്തിലുള്ള രൂപവും ഭാവവും നൽകപ്പെട്ടവർ ഞാൻ തന്നെയാണ്, ഒരു വ്യത്യാസവുമില്ല. പൗലോസ് അത് തന്നെയാണ് പറഞ്ഞത്. സ്വന്തം ശരീരത്തെ ആരും ഒരിക്കലും വെറുക്കാനില്ല. വെറുക്കുന്നവൻ ഘോഷമാണ്, അവനറിയില്ല. എത്ര മനോഹരമാണ് ഈ സുവിശേഷത്തിന്റെ ചിന്തകൾ നമ്മൾ കൂട്ടിച്ചേർത്ത് ചിന്തിക്കുന്നു. അപ്പോൾ ആദം പറഞ്ഞു വെച്ച കാര്യം, എൻ്റെ അസ്ഥിയുടെ അസ്ഥിയും എൻ്റെ മാംസത്തിന്റെ മാംസവും എന്ന് പറഞ്ഞാൽ, എന്നിൽ നിന്ന് അടർത്തി മാറ്റി വെക്കപ്പെട്ടതായ ഈ നിൽക്കുന്ന ഹവ്വ എന്ന മകൾ എന്നെ പോലെ തന്നെയാണ്, ഒരു വ്യത്യാസമില്ല. എന്നെ പോലെ തന്നെയാണെങ്കിൽ തീർച്ചയായിട്ടും എന്നെ ഞാൻ എങ്ങനെ സ്നേഹിക്കുന്നുവോ, സ്നേഹിക്കാൻ ഇഷ്ടപ്പെടുന്നുവോ, അതുപോലെ തന്നെ ഈ മകളെ സ്നേഹിക്കാൻ കടപ്പെട്ടിരിക്കുന്നു. ഇതാണ് പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇന്ന് ഈ സുവിശേഷത്തിൽ ചിന്തിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ഓർത്ത് വയ്ക്കേണ്ടത്, ഭാര്യാഭർത്തൃബന്ധത്തിൽ നമ്മൾ വളർത്തിയെടുക്കേണ്ട അതിശ്രേഷ്ഠവും മനോഹരവും ഉദാത്തവും ഉന്നതവുമായ ചിന്ത അതാണ് ദൈവം ഈ ഒരു കുടുംബത്തെ കുറിച്ച് കാണുമ്പോൾ മനോഹരമായ സന്തോഷപ്രദമായ ജീവൻ നയിക്കാൻ കർത്താവ് കൂട്ടിച്ചേർക്കുന്ന ഈ ഇണയെക്കുറിച്ച്, തുണയെക്കുറിച്ച് പരസ്പരം ശരിയായി എതിരും അങ്ങനെയാണ് ചിന്തിക്കേണ്ടത്. എനിക്ക് ആശ്രയമായിട്ട് എൻ്റെ ജീവിതത്തിൻ്റെ പ്രയാസങ്ങളുടെ പ്രതിസന്ധികളിലും സങ്കടങ്ങളിലും ജീവിതത്തിൽ ദൈവം തരുന്ന സന്തോഷങ്ങളുടെ നടുവിൽ എനിക്കെല്ലാം തുണയായിരിക്കുവാൻ എന്നെ ബലപ്പെടുത്തുന്ന ശക്തിയാണ് എബിലെന്നും സീലിയായെന്നും നിങ്ങൾ ചിന്തിക്കുമ്പോൾ ആദ്യം പറഞ്ഞ മനോഹരമായ വാക്യം, ആ വചനം നിങ്ങളുടെ ജീവിതത്തിൽ നിലനിർത്തുന്നതാണ്. രണ്ടാമത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങളെ ചിന്തിക്കുവാൻ വേണ്ടി ഒരു ചെറിയ ചിന്ത കൂടി ഞാൻ പറഞ്ഞു കിട്ടുകയാണ്. തോബിത്തിന്റെ പുസ്തകത്തില് 8-ാം അധ്യായത്തില് 6-7-8 തിരുവചന ഭാഗം നിങ്ങളുടെ ശ്രദ്ധയിൽ ഞാൻ കൊണ്ടുവരികയാണ്. തോബിയാസ് എന്ന് പറഞ്ഞ ഒരു മകനെ കുറിച്ചാണ് ഈ തോബിത്തിന്റെ പുസ്തകത്തിന്റെ 8-ാം അധ്യായത്തിൽ പറഞ്ഞു വയ്ക്കുക. അതിന് മുമ്പ് പരാമർശിക്കപ്പെടുന്നുണ്ട്, എങ്കിലും പ്രധാനപ്പെട്ട ഒരു ഭാഗത്തേക്ക് നിങ്ങളെ കൊണ്ടുവരികയാണ്. ഈ തോബിയാസ് എന്ന മകന്റെ ജീവിതത്തിലും ഇതുപോലെ തന്നെ അതിമനോഹരമായ ഒരു മുഹൂർത്തമായിരുന്ന വിവാഹം തോബിയാസ് വിവാഹം ചെയ്തു. തോബിയാസിന്റെ പിതാവ് കണ്ടുപിടിച്ച സാറ എന്ന മകൾ, ആ മകളെ വിവാഹം ചെയ്ത ശേഷം വിവാഹത്തിന്റെ ആഘോഷങ്ങൾക്ക് പരിസമാപ്തിയിൽ ഭവനത്തിൽ അവരെ സജ്ജമാക്കപ്പെട്ട മുറിയിൽ പ്രവേശിച്ചിട്ട് തോബിയാസ് ഒരു കാര്യം ചെയ്തു. തോബിയാസ് ഇങ്ങനെയാണ് അന്നത്തെ ദിവസം ചെലവഴിക്കുവാനായി ഇഷ്ടപ്പെട്ടത്. തോബിയാസ് സാറായോട് ചേർന്ന് മുറിയിൽ പ്രവേശിച്ചിട്ട് കഥകടച്ചു. കഥകടച്ച ശേഷം തോബിയാസ് സാറായോട് പറഞ്ഞു, സാറ, നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം, നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ആരുടെ ദൈവത്തോടാണ് പ്രാർത്ഥിക്കുന്നത്? നമ്മുടെ പിതാക്കന്മാരുടെ ദൈവത്തോട്. നമ്മുടെ പിതാക്കന്മാരുടെ ദൈവത്തിന്റെ പ്രത്യേകത എന്താണ്? അബ്രാഹത്തിന്റെയും ഇസഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവം. നമ്മുടെ ആരാധനാക്രമത്തിൽ ഇടപെടുന്നതിനാണ് നമ്മൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകൾക്ക് നമുക്ക് ബലം നൽകുന്ന പ്രധാനപ്പെട്ട 3 ജീവിതങ്ങൾ. വിശ്വാസ ജീവിതത്തിൽ ദൈവത്തിന്റെ വാക്കുകൾ അണിവിടാതെ ജീവിതത്തിൽ പരിരക്ഷിച്ച 3 ജീവിതങ്ങളെ നമുക്ക് ഈ വചനത്തിലൂടെ നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. അബ്രാഹത്തിന്റെയും ഇസഹാക്കിന്റെയും യാക്കോബിനെയും ഓർത്തുകൊണ്ട് തോബിയാസ് പ്രാർത്ഥന നയിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, അത് 2 കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ ഓർമ്മ വയ്ക്കുന്നുണ്ട്. നമ്മുടെ കുടുംബത്തിൽ ആരാണ് പ്രാർത്ഥന നയിക്കേണ്ടത്? കുടുംബനാഥനാണ്, അപ്പനാണ് നമ്മുടെ കുടുംബത്തിന്റെ നേതൃത്വം. ദൈവം അവനെയാണ് ഏൽപ്പിച്ചിട്ടുള്ളത്. നമ്മുടെ കുടുംബം അനുഗ്രഹീതമാകുന്നതിന് കർത്താവിനോട് ചേർന്ന് നിന്നുകൊണ്ട് അവന്റെ മനസ്സ് വായിച്ച് അവനെ മഹത്വപ്പെടുത്തുവാനായിട്ട് കുടുംബനാഥനെ ദൈവം ചുമതലപ്പെടുത്തിയിരിക്കുകയാണ്. തോബിയാസ് ഞാൻ നേരത്തെ മനസ്സിലായി. അതുകൊണ്ട് തോബിയാസ് സാറായോട് പറഞ്ഞു, സാറ, നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം, നമ്മുടെ ദൈവത്തോട് പ്രാർത്ഥിക്കാം. തോബിയാസ് ഇങ്ങനെയാണ് പ്രാർത്ഥിച്ചത്. ആ പ്രാർത്ഥന പറയാൻ വേണ്ടിയിട്ടാണ് തോബിയാസ്
പ്രാർത്ഥന നേതൃത്വം കൊടുത്തു. അവിടെ നമുക്ക് ഒരുപക്ഷെ ഇന്ന് നമ്മുടെ കുടുംബങ്ങൾക്കെല്ലാം പറ്റിയിരിക്കുന്ന വലിയ ക്ഷതമെന്താണെന്ന് പറഞ്ഞാൽ നമ്മുടെ കുടുംബങ്ങളിൽ അപ്പനും അമ്മയും ചേർന്ന് പ്രാർത്ഥിക്കുന്നതില്ലാതായി. കാലങ്ങളായിട്ട് പക്ഷേ അങ്ങനെ പ്രാർത്ഥിക്കുന്ന കുടുംബങ്ങളിൽ നിന്ന് കാണാൻ ഇല്ലാതായിട്ടുണ്ട്. അതുകൊണ്ട് നമ്മുടെ കുടുംബങ്ങൾ ഒത്തിരി ശോഷിച്ചു പോയിരിക്കുകയാണ്. കുടുംബങ്ങൾക്ക് ബലം കുറഞ്ഞു. വിശ്വാസ ജീവിതത്തിൽ പരസ്പരം പരിപോഷിപ്പിക്കുന്ന ശക്തിപ്പെടുന്ന ഘടകം ഇല്ലാതെയായി. അതുകൊണ്ട് നമ്മുടെ ഇളം തലമുറയ്ക്ക് കണ്ടുകൊള്ളാൻ ഒന്നും പഠിക്കാൻ ഇല്ലാതായി. എന്നാൽ സുവിശേഷത്തിന്റെ ചൈതന്യം നമ്മൾ നോക്കുമ്പോൾ ദൈവം ആഗ്രഹിക്കുന്ന ഒരു കുടുംബത്തിൽ സംഭവിക്കേണ്ടതാണ് അപ്പൻ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകണം. അപ്പന് പ്രാർത്ഥിക്കാൻ അറിയണ്ടേ? അപ്പന് നേതൃത്വം കൊടുക്കാൻ ചില പ്രാർത്ഥനകളെങ്കിലും എല്ലാവരും കേട്ട് തെറ്റാത്തതെല്ലാം പഠിക്കട്ടെ. ആ പഠിക്കാത്തത് കൊണ്ട് പ്രാർത്ഥനയൊക്കെ നേതൃത്വം ആരെയും വിട്ടുകൊടുക്കും, എന്തെങ്കിലും ചൊല്ലിക്കൂട്ടും. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് അതിനൊക്കെ മാറ്റം വരണം. ദൈവം അനുഗ്രഹിക്കേണ്ട ഒരു കുടുംബമാണെങ്കിൽ ഗൗരവമായി കാര്യങ്ങൾ നമുക്ക് ഓർമ്മയുണ്ടാകണം. അത് ഗോപിയാസിങ്ങനെ പ്രാർത്ഥിച്ചു, ഞങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമേ ഞങ്ങളെ അനുഗ്രഹിച്ചാണ്. എന്തിനാണ് അനുഗ്രഹിക്കേണ്ടത്? ഇന്ന് ഈ ആധുനിക ലോകത്തിൽ മനുഷ്യന്റെ ആഗ്രഹം എന്താണ്? നമുക്ക് നല്ലൊരു വീടുണ്ടാകണം. ഒരുമാതിരി കൊള്ളാവുന്ന ഒരു വീടുണ്ടെങ്കിൽ ഇച്ചിരി പൈസയ്ക്ക് മാർഗം വന്നാൽ അത് ഇടിച്ചു പൊളിച്ച് കുറച്ചുകൂടെ മെച്ചപ്പെട്ട് ഒരു 5-6 മുറിയിൽ 2 നിലയിൽ എല്ലാ സൗകര്യങ്ങളും കൂടി നമ്മൾ വീണ്ടും ഉണ്ടാക്കണം. അതുകൊണ്ട് നമ്മുടെ ആഗ്രഹങ്ങൾ തീർന്നോ? ഇല്ല. നമുക്ക് ഭൗതികമായ ആഗ്രഹങ്ങൾ ധാരാളമുണ്ട്. ഒന്നിനു പുറകെ ഒന്നായിട്ടുള്ള ആഗ്രഹങ്ങൾ പുറകെ കടന്നു വരികയാണ്. അങ്ങനെ ആഗ്രഹങ്ങൾ തീർത്തു പോകുന്നതിനിടയിൽ നമ്മൾ പലപ്പോഴും ദൈവത്തെ മറന്നു പോവുകയാണ്. അതുകൊണ്ട് മനുഷ്യൻ ചോദിക്കുന്നതാണ്, എല്ലാ മനുഷ്യൻ പ്രാർത്ഥിക്കുന്നത് ഒന്നിലെ മക്കൾക്ക് നല്ല ജോലി കിട്ടണം, അല്ലെങ്കിൽ രോഗസൗഖ്യം ഉണ്ടാകണം, അല്ലെങ്കിൽ കുറച്ച് നല്ല പറന്നു വാങ്ങിക്കാൻ പണമുണ്ടാകണം, നല്ല വീടുണ്ടാകണം, നല്ല വിദേശ യാത്രകളൊക്കെ ചെയ്യണം, അത് ശുദ്ധമായിട്ട് ജീവിക്കണം, ഒന്നിനും കുറവുണ്ടാകരുത്. ദൈവം ഞങ്ങളെ അനുഗ്രഹിക്കണം. അതിന് ഒരുപാട് പേര് കുടുംബത്തിൽ നിന്ന് വകേരങ്ങൾ ചൊല്ലി പ്രാർത്ഥിച്ച് ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്. പക്ഷെ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമില്ലാണ്, ഈ ഗോപിയാസ് ചെയ്തൊരു കാര്യമുണ്ട്. ഗോപിയാസ് ഒന്നും ചോദിച്ചില്ല. പ്രിയപ്പെട്ടവരെ, ഗോപിയാസ് ദൈവത്തോട് ഒരു കാര്യം മാത്രമേ ചോദിച്ചുള്ളൂ. ഗോപിയാസ് ദൈവത്തോട് ഒരു കാര്യം ചോദിച്ചു, ഞങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമേ, നീ ഞങ്ങളെ അനുഗ്രഹിക്കണം. എന്തിനു വേണ്ടി അനുഗ്രഹിക്കേണ്ടത്? കർത്താവായ ദൈവമേ, നീ എനിക്ക് ഇടയും തുണയുമായി തന്ന ഈ പ്രിയമുള്ള മകൻ സാറായോടൊത്ത് ജീവിതത്തിന്റെ അവസാന നിമിഷം വരെ ഞങ്ങൾക്ക് ഒരുമിച്ചായിരിക്കുവാൻ നാഥ നീ ഞങ്ങളെ അനുഗ്രഹിച്ചാൽ. ഗോപിയാസ പ്രാർത്ഥന അവസാനിച്ചു. പ്രിയപ്പെട്ടവരെ, ഗോപിയാസ പറഞ്ഞു, എല്ലാ പരിസ്ഥിതികളുടെ നടുവിലും ഈ സാറ എന്ന മകളോട് ചേർന്ന് അവസാന ശ്വാസം വരെ ഞങ്ങൾക്ക് ഒരുമിച്ച് ജീവിക്കാൻ നീ ഞങ്ങളെ അനുഗ്രഹിച്ചാലും. ദൈവത്തിന്റെ വചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നതാണ്, നീ ആദ്യം ദൈവത്തിന്റെ രാജ്യം നീതി അന്വേഷിക്കുക, ബാക്കിയുള്ളതെല്ലാം നിനക്ക് അവകാശമാണ് കൂട്ടിച്ചേർത്തത്. പ്രിയപ്പെട്ട പ്രിയമുള്ള സീരിയ, എനിക്ക് പ്രത്യേകമായിട്ട് നിങ്ങളെ ഓർമ്മിപ്പിക്കാനുള്ളത് ഇതാണ് ദൈവത്തിന്റെ ഇഷ്ടം. നിങ്ങൾക്ക് ആരോഗ്യമുണ്ട്, പണത്തിനും കുറവില്ല. ദൈവം അനുഗ്രഹിച്ചാൽ ഒരുപാട് പണം സമ്പാദിക്കാൻ പറ്റും. ആ വഴികളിൽ നിങ്ങൾ ഒരിക്കലും കർത്താവിനെ മറക്കരുത്. ദൈവമാണ് നിങ്ങളെ സമ്പന്നനാക്കിയത്. സമ്പന്നനാക്കുന്നത് ആ സമ്പന്നതയിൽ ഒരിക്കലും കർത്താവിന്റെ വഴികൾ മറക്കാൻ പാടില്ല. ദൈവം എന്തുമാത്രം ഔദാര്യത്തോടെ നിങ്ങളെ അനുഗ്രഹിച്ചിട്ടുണ്ടോ അതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഔദാര്യങ്ങൾ കാണിക്കാൻ ബാധ്യസ്ഥരാണ്. അത് ഒരിക്കലും കുറവ് വരുത്താൻ പാടില്ല. ഒരു നിമിഷം മതി നമ്മുടെ എല്ലാ സ്വപ്നങ്ങൾക്കും മാറ്റം വരാൻ. അതുകൊണ്ട് ദൈവത്തോട് ഒരുപാട് നമ്മൾ കടപ്പെട്ടിരിക്കുന്നതെന്ന് സൂചിപ്പിക്കാൻ അത് പറഞ്ഞത് മാത്രം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് ദൈവം നിങ്ങളെ കുറിച്ച് ഇഷ്ടപ്പെടുന്നത് നിങ്ങൾ പരസ്പരം സ്നേഹിച്ച് സന്തോഷത്തോടു കൂടി ഇല്ലായ്മയും വല്ലായ്മയും സന്തോഷമൊക്കെ വരുമ്പോഴും ഒരു മനസ്സോടെ ചിന്തിക്കാൻ, ഒരു മനസ്സായി പ്രവർത്തിക്കാൻ. അതുകൊണ്ടാണ് ദൈവം നിങ്ങളെ ഒന്നാക്കിയെന്ന് പറയുന്നത്. പുറമേ നോക്കുമ്പോൾ രണ്ട് പ്രകൃതവുമാണ്, 2 സ്വഭാവമാണ്. ഒരുപക്ഷെ ഇതുവരെ മനസ്സിലാക്കാത്തതൊക്കെ നിങ്ങൾ തിരിച്ചറിഞ്ഞു വരും. എന്തു തന്നെയായാലും കർത്താവ് പറഞ്ഞു, കർത്താവ് നിങ്ങൾക്ക് ചേരുന്നതാണ് തന്നിട്ടുള്ളത്. സന്തോഷത്തോടെ സ്വീകരിച്ചിട്ട് ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഓരോ ചുവടുകൾ വയ്ക്കുമ്പോൾ നിങ്ങൾക്ക് എന്ത് പ്രതിസന്ധിയിലും അവിടുന്ന് താനായിരിക്കും, തണലായിരിക്കും. ദൈവം നിങ്ങളെ സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. നമുക്കെല്ലാവർക്കും ചേർന്ന് ഈ ജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ കർത്താവ് ഒരുപാട് നന്മകൾ അനുഗ്രഹങ്ങൾ വർഷിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. വിശുദ്ധ യോസേപ്പിതാവിൻ്റെയും പരിശുദ്ധ അമ്മയുടെയും സ്വർഗീയ മാധ്യസ്ഥം ധാരാളമായിട്ട് മക്കൾക്ക് ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥനാശംസയോടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ പരിശുദ്ധാത്മാവിൻ്റെയും
പൂർണ്ണമാക്കപ്പെടുന്നു. Maya
ആശീർവദിക്കപ്പെട്ട് ശുദ്ധീകരിക്കപ്പെടുന്നു. മനുഷ്യജീവിതത്തിൽ ഇഷ്ടപ്പെടുന്ന കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ സമൃദ്ധനായി നിങ്ങളുടെ ബന്ധത്തെ അനുഗ്രഹിക്കട്ടെ. സ്വർഗീയ മണവാളനായ മിശിഹായുടെ യഥാർത്ഥ മണവാളത്വത്താൽ നിങ്ങളുടെ മണവാളത്വത്തിന് മുദ്രയിടട്ടെ. മിശിഹായുടെ സഭയെ സന്തോഷിച്ച പ്രകാരം നിങ്ങൾക്കും അന്യോന്യം സന്തോഷിക്കുവാൻ ഇടയാകട്ടെ. കരുണയുള്ള തൻ്റെ വലതുകൈ നിങ്ങളുടെ മേൽ ആവശ്യപ്പിച്ച് സകല ഉപദ്രവങ്ങളിൽ നിന്നും നിങ്ങളെ സംരക്ഷിക്കട്ടെ. സമാധാന ദൂതൻ നിങ്ങളോടുകൂടെ ഇരുന്ന് ആകൽസായുടെ ചതിയിൽ നിന്നും നിങ്ങളെ കാത്തുകൊള്ളട്ടെ. മാനവമായ അസൂയയുടെ ദൈവം നിങ്ങളെ സംരക്ഷിക്കുകയും പരസ്പരം സന്തോഷിപ്പിക്കുകയും നിങ്ങളുടെ ദുഃഖങ്ങളെ നീക്കിക്കളയുകയും ചെയ്യട്ടെ. അബ്രാഹാം ഇസ്ഹാക്കിലും യാക്കോബിലും യാക്കോബ് യോസേഫിലും സന്തോഷിച്ച പ്രകാരം നിങ്ങളും സന്തോഷിക്കേണ്ടതിന് ഉത്തമ സന്താനങ്ങളെ കർത്താവ് നിങ്ങൾക്ക് പ്രദാനം ചെയ്യട്ടെ. നിങ്ങൾ വർദ്ധിച്ചു വരികയും ഭൂമിയിൽ നിറയും എന്ന് നോമിയോടും മക്കളോടും കൽപ്പിച്ചുകൊണ്ട് ദൈവം അവരെ അനുഗ്രഹിച്ച വാഴ്വ് നിങ്ങളിൽ വസിക്കട്ടെ. ദൈവം അബ്രഹാമിനും ഇസ്ഹാക്കിനും യാക്കോബിനും കൊടുത്ത അനുഗ്രഹം നിങ്ങളിൽ വസിക്കട്ടെ. ആകാശത്ത് നിന്ന് മഞ്ഞും മഴയും ഭൂമി ഉത്പാദിപ്പിക്കുന്ന സകല സൽഫലങ്ങളും ദൈവം നിങ്ങൾക്ക് നൽകട്ടെ. എൻ്റെ പിതാവിൻ്റെ ദൈവം നിന്നെ സഹായിക്കുകയല്ല, യാക്കോബ് തൻ്റെ പുത്രനായ യോസേഫിന് നൽകിയ അനുഗ്രഹം നിങ്ങളിൽ വസിക്കട്ടെ. ഐശ്വര്യങ്ങളാലും സമ്പാദ്യങ്ങളാലും സൗഭാഗ്യങ്ങളാലും ദൈവം നിങ്ങളെ സമ്പന്നനാകട്ടെ. നസ്രകളിൽ നിന്ന് പുറപ്പെടുവിച്ചു കൊണ്ടുവന്ന മണവാട്ടിയോട് ഉടമ്പടിയാണ് സീനായി മലയിൽ ഇറങ്ങിയ മഹോന്നതൻ നിങ്ങളെയും നമ്മുടെ ഈ സംഘത്തെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. നമുക്ക് പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും എന്നേക്കും സ്തുതി അർപ്പിക്കാം. Yeah.
പ്രിയ സഹോദരങ്ങളെ, നാം ഏവരും ദൈവഭവനത്തിൽ സന്നിധിയായിരിക്കുന്ന ഈ അവസരത്തിൽ വിശ്വാസികളെ പ്രദോഷിക്കുകയും നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന ഈ സത്യത്തിൽ ഏതെങ്കിലും സൽപ്രവർത്തികളിലും തൽപരരും നല്ല കാര്യങ്ങളിൽ ഉത്സാഹികളുമായിരിക്കണമെന്ന് ഉറപ്പായി കൽപ്പിക്കുകയും ചെയ്യുക എന്ന ഒരു കാര്യത്തിന് നമുക്കുണ്ട്. ഇത് വിശുദ്ധ പിതാക്കന്മാർ നാം സ്വീകരിച്ചിട്ടുള്ളതും ബഹുമാനിയായ പൂർവികന്മാർ നമ്മളെ ഫലമേൽപ്പിച്ചിട്ടുള്ളതുമാണ്. മക്കളെ, ഇപ്പോൾ നിൽക്കുന്നത് ദൈവസന്നിധിയിലും നമ്മുടെ കർത്താവിശുദ്ധിയുടെ സിംഹാസനമായ ബലിപീഠത്തിന്റെയും സ്ലീബായുടെയും വിശുദ്ധ ഏകവേദിയുടെയും ഈ സമൂഹത്തിന്റെ മുമ്പാകെ ആകുന്നത് പ്രത്യേകം ശ്രദ്ധിച്ച് മനോഹരങ്ങൾ അറിയുന്നവന്റെ സന്നിധിയിലൊക്കെ നിങ്ങൾ നിൽക്കുന്നത്. ഇതാ ഇപ്പോൾ മുതൽ ഞാൻ നിങ്ങളെ അന്യോന്യം ഫലമേൽപ്പിക്കുന്നു. എനിക്കും നിങ്ങൾക്കും ഇടയിൽ ദൈവം മധ്യസ്ഥനായിരിക്കട്ടെ. നിങ്ങൾ നിയമവിരുദ്ധമായ എന്തെങ്കിലും ചെയ്യുന്ന പക്ഷം ഞാൻ അതിൽ കുറ്റമില്ലാത്തതായിരിക്കും. പട്ടക്കാരനും സിംഹാസനം വിശ്വാസികളായ ജനത്തിനും മണവാളിനും മണവാട്ടിയും ക്ഷണിക്കപ്പെട്ടവരിലും ക്ഷണിച്ചവരിലും ദൈവത്തിന്റെ അനുഗ്രഹവും കരുണയും സമർത്ഥമായി താമസിക്കുമാറാകട്ടെ. അനുഗ്രഹീതയും ദൈവമാതാവായ വിശുദ്ധനികാമറിയത്തിന്റെയും നമ്മുടെ കർത്താവിനെ സ്നേഹിച്ച് അവിടുത്തെ കൽപ്പനകൾ ആചരിച്ച സകല വിശുദ്ധന്മാരുടെയും പ്രാർത്ഥന മുഖാന്തരം നമ്മുടെ വിശുദ്ധായ വരുകയും യേശു വിശുദ്ധായ വരുകയും നാം എല്ലാവരും എപ്പോഴും വസിക്കുവാൻ ഇടയാകട്ടെ. വിശ്വാസികളെ, ഈ അനുശാസനങ്ങൾ നിങ്ങളേവരോടുള്ളതാകുന്ന അറിഞ്ഞുകൊള്ളുക. നിങ്ങൾ ഓരോരുത്തരും അവരുടെ ഭാര്യയോടുള്ള ബന്ധം എങ്ങനെയായിരിക്കുമെന്നത് ശ്രദ്ധിക്കുകയാണ്. എന്നാൽ അവൾ സ്വഭജനങ്ങളിലൊക്കെ ഭർത്താവിനോട് യോജിച്ചിരിക്കുന്നു. അതിനാൽ അവനോട് പ്രീതിപ്പെടുത്തി അവളോട് ദയാപൂർവ്വം വർദ്ധിക്കണം. സ്വപ്രാണനെ പോലെ അവൻ അവളോട് വർദ്ധിക്കണം. അവൾ വിശുദ്ധരുന്നാലും അവൾ ഭക്ഷണം കൊടുക്കണം. അവൾ ദാഹിച്ചിരുന്നാലും അവൾ കുടിക്കുവാൻ കൊടുക്കണം. അവളും അവനെ യോജിതം പരിചരിക്കുവാൻ കടപ്പെട്ടവളാകുന്നു. സകലത്തിൻ്റെ സൗഹാർദ്ദത്തോടും സ്നേഹത്തോടും കൂടെ അവൾ അവൻ്റെ അടുക്കൽ പെരുമാറുന്നു. നമ്മുടെ കർത്താവിശുദ്ധിയായ കൃപ നിങ്ങളിലും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ആകാശവും ഭൂമിയും ആത്മീയമായ ശുശ്രൂഷയെ ഞങ്ങളോടുകൂടെ ദൈവമായ കർത്താവിനെ ലഭിച്ചു പുണ്യപ്പെടുത്തുമാറാകട്ടെ. ദൈവമായ കർത്താവിനെ നിങ്ങളുടെ മനേതരെയും ആശ്വസിപ്പിച്ച് പുണ്യപ്പെടുത്തട്ടെ. പിതാവും ബലഹീനം കുറ്റമുള്ളതുമായ ഞങ്ങളുടെ പ്രാർത്ഥനകൾ നിന്റെ ഉന്നത സിംഹാസനത്തിൽ മുൻപാകെ കേൾക്കപ്പെട്ടവയും അംഗീകരിക്കപ്പെട്ടവയുമാകെ കേൾക്കണമേ. അവസാനിച്ചു. ഈ ഒപ്പിടുന്നു. അതോടൊപ്പം തന്നെ സാക്ഷികൾ അവരുടെ പേര് എഴുതി ദേശം ഒപ്പുവെച്ച് സ്തോത്രാഴ്ച ശുശ്രൂഷ നടത്തി.
doing just fine before I met you. I drink too much and that's an issue, but I'm okay. Hey, you tell your friends it was nice to meet them, but I hope I never see them again. I know it breaks your heart. Moved to the city in a broke down car, and 4 years no calls. Now you're looking pretty in a hotel bar. I can't stop. No, I can't stop. So baby, pull me closer in the backseat of your Rover that I know you can't afford. Bite that tattoo on your shoulder. Pull the sheets right off the corner of that mattress that you stole from your roommate back in Boulder. We ain't ever getting older. We ain't ever getting older. We ain't ever getting older. You look as good as the day I met you. I forget just why I left you. I was insane. Stay and play that Blink-182 song that we beat to death in Tucson. Okay, I know it breaks your heart. Moved to the city in a broke down car, and 4 years no calls. Now I'm looking pretty in a hotel bar, and I can't stop. No, I can't stop. So baby, pull me closer in the backseat of your Rover that I know you can't afford. Bite that tattoo on your shoulder. Pull the sheets right off the corner of that mattress that you stole from your roommate back in Boulder. We ain't ever getting older. We ain't ever getting older. We ain't ever getting older. So baby, pull me closer in the backseat of your Rover that I know you can't afford. Bite that tattoo on your shoulder. Pull the sheets right off the corner of the mattress that you stole from your roommate back in Boulder. We ain't ever getting older. No, 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 we ain't ever getting older. We ain't ever getting older. No, we ain't ever getting older. തെന്നി 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 ഇളം തെന്നൽ ചിറകുമായി ചിന്നി 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 വിടരുന്ന മിഴിയുമായി തുള്ളി 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 ചിതറുന്ന ചിരിയുമായി ഈ തണൽ ചേർന്നു കൂട്ടുകൂടാൻ വാ. പമ്മി 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 കുറുമ്പിന്റെ ചുവടുമായി കണ്ണിൽ 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 മൊഴിയുന്ന കഥയുമായി തുന്നി 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 കസവിട്ട കനവുമായി തണൽ ചേർന്ന് കൂട്ടുകൂടും കിളികളെ അഴഞ്ഞു മഞ്ഞുകാലം പകരുമോ മനസ്സിൽ പാടുമീണ പുലരികൾ പുതു ചെണ്ടുമല്ലി പൂവിരിച്ചു നെഞ്ചിൽ.
മോഹങ്ങൾ കൺചിമ്മിയോടുന്നു ഈ കാലം ഒളിയും തിരികൾ പറയാതെ ദിനവും ഉണരവേ പ്രളയക്കരളിൽ ഒരു തീയായി താനെങ്ങും പടരവേ ഓഹോ മധുരമുള്ള മൗനങ്ങൾ ഓഹോ വിഴി നിറയെ വർണ്ണങ്ങൾ ഓഹോ കുളിരണിഞ്ഞ മോഹങ്ങൾ കാതിലാരോ ആരോ പാടും വിശലുകൾ സ്നേഹത്തിൻ മണിപ്പുൽമേട്ടിൽ പൂമ്പാറ്റകൾ പോലെ പാറുന്ന എന്നെന്നും നിലനിന്നെങ്കിൽ തേന്മാരി പെയ്യുന്നൊരേ നേരം മനസ്സിൻ ചുമരിൽ പ്രിയമോടെ എഴുതും കുസൃതികൾ കളിയായി ചിരിയായി മഴയോടെ നീങ്ങും പകലുകൾ ഓഹോ കനവു തന്ന കാലങ്ങൾ ഓഹോ വിട പറഞ്ഞ വർഷങ്ങൾ ഓഹോ വഴി പിരിഞ്ഞിടാത്തങ്ങൾ ദൂരെ ദൂരെ എങ്ങോ മായും നിഴലുകൾ ना तू बताए ना मैं कहूँ जो तेरे मेरे दिल की है तमन्ना तेरी है तमन्ना मेरी बन तू मुझको भी है बस तेरा बनना जान के हम अनजान है कैसी है ये कहानी अरे हो न क्यों हैरानी जो प्यासे है क्यों पीते नहीं पानी ना तो बताए ना मैं कहूँ जो तेरे मेरे दिल की है तमन्ना मेरी है तमन्ना तेरी बनूं मैं तुझको भी है बस मेरा बनना जान के हम अनजान है कैसी है ये कहानी अरे हो न क्यों हैरानी जो प्यासे है क्यों पीते नहीं पानी हम जब मिल गए हैं फिर क्यों ये फासले हैं पास आके भी हम कुछ दूर से हैं क्यों झिझके से है दोनों क्यों ठिठके से है दोनों क्या जाने हम क्यों यूं मजबूर से हैं
कहना है, अब साथ हमको रहना है। जब दोनों दिल धड़कते हैं तो क्या है मुश्किल। बस इतनी सी शिकायत है, चुप रहने की जो आदत है। छोड़ो कभी तो तुम कह दो जो कहता है दिल। जो धड़कन में सांसों में एक राज है छुपा, आ दुनिया से कह दे हम मेरे साथ आओ। ना तू बताए ना मैं कहूँ जो तेरे मेरे दिल की है तमन्ना। तेरी है तमन्ना मेरी बने तू, मुझको भी है बस तेरा बनना। जान के हम अनजान है कैसी है ये कहानी। अरे होना क्यों है रानी, जो प्यास है क्यों पीते नहीं पानी। हो हम जब मिल गए हैं फिर क्यों ये फासले हैं। पास आके भी हम कुछ दूर से हैं। क्यों झिझके से है दोनों, क्यों ठिठके से है दोनों। क्या जाने हम क्यों यूं मजबूर से हैं। दहलीज पे मेरे दिल की जो रखे है तूने कदम। तेरे नाम पे मेरी जिंदगी लिख दी मेरे हमदम। हाँ सीखा मैंने जीना, जीना कैसे जीना। हाँ सीखा मैंने जीना मेरे हमदम। ना सीखा कभी जीना, जीना कैसे जीना। ना सीखा जीना तेरे बिना हमदम। दहलीज पे मेरे दिल की जो रखे है तूने कदम। तेरे नाम पे मेरी जिंदगी लिख दी मेरे हमदम। हाँ सीखा मैंने जीना, जीना कैसे जीना। हाँ सीखा मैंने जीना मेरे हमदम। ना सीखा कभी जीना, जीना कैसे जीना। ना सीखा जीना तेरे बिना हमदम। सच्ची सी है ये तारीफें दिल से जो मैंने करी है। सच्ची सी है ये तारीफें दिल से जो मैंने करी है। जो तू मिला तो सजी है दुनिया मेरी हमदम। वो आसमां मिला ज़मीं को मेरी आधे आधे पूरे हैं हम। तेरे नाम पे मेरी जिंदगी लिख दी मेरे हमदम। हाँ सीखा मैंने जीना, जीना कैसे जीना। हाँ
सीखा मैंने जीना मेरे हमदम, ना सीखा कभी जीना जीना कैसे जीना, ना सीखा जीना तेरे बिना हमदम। ना जिया जिंदगी एक पल भी तुझसे होके जुदा, सुन जरा बिन तेरे मुझसे नाराज था दिल, तू मिला है तो है कह रहा। मैं तो तेरे रंग में रंग चुका हूँ, बस तेरा बन चुका हूँ। मेरा मुझ में कुछ नहीं, सब तेरा। मैं तो तेरे ढंग में ढल चुकी हूँ, बस तेरी बन चुकी हूँ। मेरा मुझ में कुछ नहीं, सब तेरा, सब तेरा, सब तेरा, सब तेरा। ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്ന് വേണ്ട ആഹാരം ഞങ്ങൾ തരണമേ, ഞങ്ങളോട് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമേൻ. ഞങ്ങൾ നമുക്ക് മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, മാധ്യസംയാഴ്ചയുടെ ഒരുവനെങ്കിൽ പോലും ദിവ്യേഷുള്ളതായ ലോകത്തിൽ കെട്ടിട്ടില്ലെന്ന് ഓർക്കണമേ. കന്യകളുടെ രാജ്ഞി ദേവയുടെ മാതാവേ, പ്രകാരമുള്ള വിശ്വാസം പരിഭാവിച്ച് എൻ്റെ വിഭാഗത്തുകൾ ഞാൻ അണയുന്നു. ദൈവമേ പാപിയായി ഞാൻ അതിൻ്റെ പ്രതീക്ഷിച്ചുകൊണ്ട് എൻ്റെ സന്നിധിയിൽ നിൽക്കുന്നു. അവരിച്ചവനത്തിൻ്റെ മാതാവേ, എൻ്റെ അപേക്ഷ നിരസിക്കാതെ ദയാപൂർവം കേട്ടണമേ. ആമേൻ. फिर दिल के रास्तों पे तेरी आहट जो हुई, हर धड़कन जश्न में है ये नात जो हुई। फिर दिल के रास्तों पे तेरी आहट जो हुई, हर धड़कन जश्न में है ये नात जो हुई। मैं तो तुझे मिलके जी उठी हूँ, तेरी धड़कन में छुपी हूँ। मेरा मुझ में कुछ नहीं, सब तेरा, सब तेरा, सब तेरा, सब तेरा। जिस पल तू साथ में പരിശുദ്ധമേ മാതാവേ, അമ്മയുടെ ഉദരത്തിലെ ഗുരുവാകുന്ന മുമ്പ് തന്നെ കർത്താവെ എൻ്റെ മോനെ നീ തിരഞ്ഞെടുത്ത് എന്നെ സ്വന്തമാക്കി കർത്താവെ എൻ്റെ മകനായി വളർത്തി ഇന്ന് ഈ നിമിഷം വിവാഹമെന്ന പ്രകാശിച്ച് ഇവരോട് ദൈവം ഒരുക്കിയ ശീല എന്ന മകളെയും ഈശോയുടെ കാര്യങ്ങൾ അർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവം യോജിപ്പിച്ചത് മനുഷ്യനെ ആദരിക്കട്ടെ എന്ന് അല്ലി ചെയ്തുകൊണ്ട് വിവാഹമെന്ന പ്രകാശം സ്ഥാപിച്ച് ഈശോയെ
ആ പിതാവ് സ്വീകരിച്ച ആ നിമിഷം മുതൽ ഇവിടെ ആരംഭിച്ച കുടുംബജീവിതത്തെ ഓർത്ത് നന്ദി പറയുന്നു. തിരു കുടുംബമേ പിതാവും മാതാവും ഈശോ എങ്ങനെയായിരുന്നു അതുപോലെ മധുപരമായ ഒരു കുടുംബജീവിതത്തിലൂടെ ദൈവം ഇവരെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യത്തിലേക്ക് ഇവർ കിടക്കുമ്പോൾ ഈശോയെ ഒരു പോകുന്ന വഴികളിൽ ആയിരിക്കുന്ന യാത്രകളിൽ ചെയ്യുന്ന ജോലികളിൽ അയക്കുന്ന കുടുംബങ്ങളിൽ യേശുവിൻ്റെ സാക്ഷി നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മാതൃപരമായ കുടുംബജീവിതം ക്ഷമയുടെയും സ്നേഹത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും ഐശ്വര്യം മനസ്സിലാക്കി ക്ഷമയോടെ ദൈവമാതാപിതാക്കൾക്കും സഹോദരങ്ങൾക്കും ബന്ധുക്കൾക്കും എല്ലാവർക്കും വേണ്ടപ്പെട്ടവരായി ജീവിക്കട്ടെ എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇതായിരിക്കുന്ന ജോലി സ്ഥലങ്ങളെ ആശ്രയിച്ച് അനുഗ്രഹിക്കണമേ. ദൈവത്തിൻ്റെ കരുണ ഈ മക്കളിൽ നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വിശുദ്ധരായ കുഞ്ഞുങ്ങളെ ഈ ലോകത്തിലേക്ക് അവർ നൽകട്ടെ. ദൈവത്തിൻ്റെ പരിപാലന ഈ ജീവിതത്തിൽ എപ്പോഴും അനുഭവിച്ചറിയുവാൻ ആന്തരിക ഉൾക്കണ്ണുകളെ തുറക്കണമേ. എവിടെയായിരുന്നാലും ഈശ്വര നാമം അതിൻ്റെ ഹൃദയത്തിലും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ഇവിടെ മാതാപിതാക്കളെ സഹോദരങ്ങളെ ജീവിതത്തിൽ ഭവനത്തിൽ നിൽക്കുന്ന എല്ലാവരെയും ഇനി ഇവിടുന്ന് യാത്ര പുറപ്പെടുന്ന എല്ലാ മക്കളെയും അവർ പോകുന്ന വഴികളിലെല്ലാം ദൈവസ്ഥാനത്തിൽ ഉണ്ടായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മാതാക്കന്മാരെ വിശുദ്ധരെ സ്വർഗ്ഗവാസിനെ വിധിച്ചിട്ടുണ്ടാവലായിരിക്കണമേ. ഇവിടെ പ്രേരിച്ച് കാവരണക്കാരായ വിശുദ്ധരെ ഇവർക്ക് വേണ്ടി നിരന്തരം പ്രാർത്ഥിക്കണമേ. പ്രത്യേകിച്ച് ജന്മം നൽകി ഈ അവസ്ഥയിൽ ഇന്നായി ഇവരെ ഒരു ജീവിതാന്തസ് തിരഞ്ഞെടുത്ത് പ്രവേശിക്കുവാനും ദൈവമക്കളെ അനുവദിച്ചതിനും ഒരു ജന്മം കൊടുത്ത മാതാപിതാക്കളെ പ്രത്യേകമായി ദൈവത്തിൻ്റെ കാര്യങ്ങൾ അർപ്പിച്ച് ഈ കുടുംബമായി ഞങ്ങൾക്കും ബന്ധപ്പെടുവാൻ ദൈവ വിദ്യാഭ്യാസങ്ങൾക്ക് നന്ദി പറയുന്നുണ്ട്. ഈശോയെ അങ്ങേയായിരുന്നു നിങ്ങൾ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, അങ്ങേക്കുന്നു നന്ദി പറയുന്നു. ഈശ്വരവാഗ്ദാനങ്ങൾക്ക് നവദമ്പതികൾക്ക് എല്ലാവിധ ആശംസകളും. कभी दर्द सी कभी जर्द सी जिंदगी बेनाम थी, कहीं चाहत हुई मेहरबान हाथ बढ़ के थामती। एक वो नजर एक वो निगाह रूह में शामिल इस तरह बन गया अफसाना। एक बात से पहली दफा पा लिया है ठिकाना, बाहों की है पना। सुना है ये रस्म वफा है जो दिल पे नशा है, वो पहली दफा है। लगे बेवजह अल्फाज जो वो जरूरत हो गए, तकदीर के कुछ फैसले जो गनीमत हो गए। बदला हुआ हर पल है रहती खुमारी हर जगह, प्यार था अनजाना हुआ साथ में पहली दफा। ये सर अब जाना क्या रंग है ये चढ़ा। सुना है